ഇനി നമുക്ക് ഐ.ടിയിലെ രണ്ടാമത്തെ ടോപ്പിക്കിലോട്ട് കയറാം. നമ്മുടെ രണ്ടാമത്തെ ടോപ്പിക് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്നാണ്. ഓക്കെ, നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്കുകളിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. പ്രോഗ്രാം റിട്ടേൺ ചെയ്ത് ഫൈനൽ ഔട്ട്പുട്ട് സോഫ്റ്റ്വെയർസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ലാംഗ്വേജുകളെ കുറിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ടോപ്പിക്കിലോട്ട് കയറാം. പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ നമുക്ക് പ്രധാനമായും രണ്ടായി ഡിവൈഡ് ചെയ്യാം. ഒന്ന് ലോ ലെവൽ ലാംഗ്വേജസ്, സെക്കൻഡ് വൺ ഈസ് ഹൈ ലെവൽ ലാംഗ്വേജസ്. ഈ ലോ ലെവലിലും ഹൈ ലെവലിലും നമുക്ക് കുറച്ച് കാറ്റഗറി ഓഫ് ലാംഗ്വേജസ് വരുന്നുണ്ട്. അവയെക്കുറിച്ച് മാത്രം നമുക്കിതിൽ പഠിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ നമുക്ക് മെയിനായിട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് ലോ ലെവൽ ലാംഗ്വേജസ്, സെക്കൻഡ് വൺ ഈസ് ഹൈ ലെവൽ ലാംഗ്വേജസ്. ഈ ഫസ്റ്റ് ക്ലാസിഫിക്കേഷനിലെ ലോ ലെവൽ ലാംഗ്വേജിൽ തന്നെ നമുക്ക് രണ്ട് ലാംഗ്വേജുകളെ കുറിച്ച് ഇവിടെ പഠിക്കാനുണ്ട്. ഒന്ന് മിഷൻ ലെവൽ ലാംഗ്വേജ്, സെക്കൻഡ് വൺ ഈസ് അസംബ്ലി ലാംഗ്വേജ്. ഒന്നാമത്തേത് മിഷൻ ലെവൽ ലാംഗ്വേജ് ആണ്, രണ്ടാമത്തേത് അസംബ്ലി ലാംഗ്വേജ് ആണ്. നമ്മുടെ ജൂനിയർ എംപ്ലോയ്മെൻറ്റ് ഓഫീസർ 2018 ചോദിച്ചത് മിഷൻ ലെവൽ ലാംഗ്വേജിനെ കുറിച്ച് തന്നെയാണ്. സോ ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമുക്ക് മിഷൻ ലെവൽ ലാംഗ്വേജിനോട് കയറാം. എന്താണ് മിഷൻ ലെവൽ ലാംഗ്വേജ് എന്ന് ചോദിച്ചാൽ, നമ്മുടെ കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ഒരേ ഒരു ലാംഗ്വേജ് ആണ് മിഷൻ ലെവൽ ലാംഗ്വേജ്. ദ ഓൺലി വൺ ലാംഗ്വേജ് വിച്ച് അണ്ടർസ്റ്റാൻഡ്സ് മിഷൻസ്. കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ഒരേ ഒരു ലാംഗ്വേജ് മാത്രമേ ഉള്ളൂ, അത് മിഷൻ ലെവൽ ലാംഗ്വേജ് ആണ്. വേറെ ഒരു ലാംഗ്വേജ് മിഷന് മനസ്സിലാവില്ല. നമ്മൾ വേറെ ഏത് ലാംഗ്വേജിൽ പ്രോഗ്രാം എഴുതിയാലും നമ്മൾ ഫൈനലി അതിനെ കൺവേർട്ട് ചെയ്ത് മിഷനിലോട്ട് കൊണ്ടുവന്ന ശേഷം മാത്രമേ പ്രോസസ്സിങ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്നാൽ മിഷൻ ലെവൽ ലാംഗ്വേജ് ഡയറക്റ്റായിട്ട് മിഷന് മനസ്സിലാവും, നമുക്ക് ഔട്ട്പുട്ട് പെട്ടെന്ന് പ്രോസസ്സ് ചെയ്ത് കിട്ടുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മുടെ മിഷൻ ലെവൽ ലാംഗ്വേജിൻ്റെ പ്രത്യേകത ഇത് തന്നെയാണ്. ദ ഓൺലി വൺ ലാംഗ്വേജ് വിച്ച് അണ്ടർസ്റ്റാൻഡ്സ് മിഷൻ. മിഷന് മനസ്സിലാകുന്ന ഒരേ ഒരു ലാംഗ്വേജ് ഏതെന്ന് ചോദിച്ചാൽ മിഷൻ ലെവൽ ലാംഗ്വേജ് എന്ന് എഴുതണം. അത് മാത്രമല്ല, നമുക്ക് PQ ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ ഏത് ലാംഗ്വേജ് ആണ് പ്രോസസ്സിങ്ങിന് യൂസ് ചെയ്യണമെന്ന് ചോദിച്ചാലും അത് മിഷൻ ലെവൽ ലാംഗ്വേജ് തന്നെയാണ്. ഓക്കെ, നമ്മുടെ മിഷൻ ലെവൽ ലാംഗ്വേജ് എഴുതാൻ നമ്മൾ ബൈനറി നമ്പർ സിസ്റ്റത്തിലെ സീറോസ് ആൻഡ് വൺസ്, അതായത് നമ്മൾ മിഷൻ ലെവൽ ലാംഗ്വേജിൽ യൂസ് ചെയ്യുന്ന ഒരു നമ്പർ സിസ്റ്റം ഉണ്ട്, ഇസ് എൻ ബൈനറി നമ്പർ സിസ്റ്റം. നമ്മൾ അതിൽ എഴുതാൻ യൂസ് ചെയ്യുന്നത് ബൈനറി നമ്പേഴ്സ് ആയിട്ടുള്ള ദി സ്ട്രിങ്സ് ഓഫ് സീറോസ് ആൻഡ് വൺസ് ആണ്. സീറോയുടെ വണ്ണിൻ്റെ കോമ്പിനേഷനിലാണ് നമ്മൾ മിഷൻ ലെവൽ ലാംഗ്വേജിൽ റൈറ്റ് ചെയ്യാറ്. ഓക്കെ, അപ്പോൾ നമ്മൾ മിഷൻ ലെവൽ ലാംഗ്വേജിൽ യൂസ് ചെയ്യുന്ന നമ്പർ സിസ്റ്റം അല്ലെങ്കിൽ ഏത് നമ്പറാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് ചോദിച്ചാൽ ബൈനറി നമ്പേഴ്സ് ആണ്. അപ്പോൾ ബൈനറി നമ്പറായിട്ടുള്ള സീറോസിൻ്റെയും വൺസിൻ്റെയും കോമ്പിനേഷൻ വെച്ചിട്ടാണ് നമ്മൾ മിഷൻ ലെവൽ ലാംഗ്വേജിൽ പ്രോഗ്രാംസ് റൈറ്റ് ചെയ്യാറ്. ഓക്കെ, അപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിന് അല്ലെങ്കിൽ മിഷന് മനസ്സിലാവുന്ന ഒരേ ഒരു ലാംഗ്വേജ് ഏതെന്ന് ചോദിച്ചാൽ മിഷൻ ലെവൽ ലാംഗ്വേജ് തന്നെയാണ്. മിഷൻ ലെവൽ ലാംഗ്വേജ് നമ്മൾ റൈറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് സ്ട്രിങ്സ് ഓഫ് സീറോസ് ആൻഡ് വൺസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ലോ ലെവൽ ലാംഗ്വേജിൽ ആദ്യത്തെ മിഷൻ ലെവൽ ലാംഗ്വേജ് ആയിരുന്നു. ഇനി ലോ ലെവൽ ലാംഗ്വേജിൽ സെക്കൻഡ് വൺ ഈസ് അസംബ്ലി ലാംഗ്വേജ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഈ അസംബ്ലി ലാംഗ്വേജ് എന്ന് പറയുന്ന ലാംഗ്വേജ് ഒന്നും നമ്മുടെ മിഷന് മനസ്സിലാവില്ല. അസംബ്ലി ലാംഗ്വേജിൽ നമ്മൾ പ്രോഗ്രാം റൈറ്റ് ചെയ്താലും നമ്മളതിൽ പ്രോസസ്സിങ് ചെയ്യണമെങ്കിൽ മിഷൻ ലെവലോട്ട് കൺവേർട്ട് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് അസംബ്ലി ലാംഗ്വേജ് അല്ലെങ്കിൽ അസംബ്ലി ലാംഗ്വേജിൽ നമുക്ക് വേണ്ട പോയിന്റ്സ് എന്താണെന്ന് നോക്കാം. നമ്മൾ സാധാരണ ഈ ലാംഗ്വേജുകളിൽ കോഡുകൾ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ ഈ അസംബ്ലി ലാംഗ്വേജിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കോഡുണ്ട്, അതിൻ്റെ പേര് ചോദിച്ചിട്ടുണ്ട്. ദി കോഡ് യൂസ്ഡ് ഇൻ അസംബ്ലി ലാംഗ്വേജ് ഈസ് നിമോണിക്സ് എന്നാണ് കോഡിൻ്റെ പേര്. അസംബ്ലി ലാംഗ്വേജിൽ നമ്മൾ ഉപയോഗിക്കുന്ന കോഡിൻ്റെ പേരാണ് നിമോണിക്സ്. ഓക്കെ, നമ്മൾ പറഞ്ഞ കാര്യമാണ്, നമ്മുടെ അസംബ്ലി ലാംഗ്വേജ് കമ്പ്യൂട്ടറിന് മനസ്സിലാവില്ല. നമ്മൾ അസംബ്ലി ലാംഗ്വേജിൽ പ്രോഗ്രാം റൈറ്റ് ചെയ്താൽ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് നമ്മളതിനെ കൺവേർട്ട് ചെയ്ത് മിഷൻ ലെവൽ ലാംഗ്വേജിലോട്ട് ആക്കി കൊടുക്കണം. അപ്പം നമുക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യാൻ ഒരു കൺവെർട്ടർ നമുക്കിവിടെ ആവശ്യമുണ്ട്. ഓക്കെ, നമ്മുടെ 2016 യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ അത് തന്നെയാണ്. ദ കൺവെർട്ടർ ക്യാൻ ബി യൂസ്ഡ് ടു കൺവേർട്ട് അസംബ്ലി ലാംഗ്വേജ് ഇൻ ടു മിഷൻ ലെവൽ ലാംഗ്വേജ്. അസംബ്ലി ലാംഗ്വേജിനെ മിഷൻ ലെവൽ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്ത് കൊടുക്കുന്ന കൺവെർട്ടർ ഏതെന്ന് ചോദിച്ചാൽ അസംബ്ലർ എന്ന് എഴുതുക. ഓക്കെ, മാറിപ്പോരുത്. അപ്പോൾ നമ്മുടെ ലോ ലെവൽ ലാംഗ്വേജിലെ ആദ്യത്തെ ലാംഗ്വേജ് മിഷൻ ലെവൽ ലാംഗ്വേജ് ആണ്, രണ്ടാമത്തെ ലാംഗ്വേജ് ആണ് അസംബ്ലി ലാംഗ്വേജ്. മിഷൻ ലെവൽ ലാംഗ്വേജ് ദ ഓൺലി വൺ ലാംഗ്വേജ് വിച്ച് അണ്ടർസ്റ്റാൻഡ്സ് മിഷൻ. ഏത് നമ്പർ സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇസ് ബൈനറി നമ്പർ സിസ്റ്റം ഈസ് യൂസ്ഡ് റിട്ടൺ യൂസിങ് സ്ട്രിങ്സ് ഓഫ് സീറോസ് ആൻഡ് വൺസ്. Second one is assembly language. The special code used in assembly language is mnemonics, and the converter can be used to convert assembly language into mission level language is assembler. Okay,
അപ്പോൾ നമ്മൾ പറഞ്ഞത് അസംബ്ലറിൻ്റെ കാര്യമാണ്. അസംബ്ലർ ക്യാൻ ബി യൂസ് ടു കൺവേർട്ട് അസംബ്ലി ലാംഗ്വേജ് ഇൻ ടു മിഷൻ ലെവൽ ലാംഗ്വേജ്. നമ്മുടെ 2018 കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ചോദിച്ചത് ഒരു അസംബ്ലറിൻ്റെ പേരാണ്. അസംബ്ലർ ഒരു 3 ടൈപ്പ് അസംബ്ലറിൻ്റെ പേര് നമ്മൾ പഠിക്കുക, അതിൻ്റെ അബ്രിവേഷൻ കൂടി പഠിച്ചു വെക്കുക. അതിൻ്റെ മാനുഫാക്ചറിങ് കാര്യങ്ങളൊന്നും നമുക്ക് പഠിക്കാനില്ല. നമുക്ക് പഠിക്കേണ്ട ടൈപ്പ് ഓഫ് അസംബ്ലർ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ, വൺ ഈസ് നാസം, സെക്കൻഡ് വൺ ഈസ് മാസം, തേർഡ് വൺ ഈസ് ഫാസം. ഇതിൻ്റെ അബ്രിവേഷൻസ് മാത്രം പഠിച്ചാൽ മതി. ഇതിൻ്റെയൊക്കെ യൂസ് ഇത് തന്നെയാണ്. ക്യാൻ ബി യൂസ് ടു കൺവേർട്ട് അസംബ്ലി ലാംഗ്വേജ് ഇൻ ടു മിഷൻ ലെവൽ ലാംഗ്വേജ്. ഓക്കെ, നമ്മുടെ നാസം എന്ന് പറയുന്ന അസംബ്ലിൻ്റെ അബ്രിവേഷൻ അല്ലെങ്കിൽ പൂർണ്ണരൂപമാണ് നെറ്റ് വൈഡ് അസംബ്ലർ. നാസം സ്റ്റാൻഡ്സ് ഫോർ നെറ്റ് വൈഡ് അസംബ്ലർ. മാസം സ്റ്റാൻഡ്സ് ഫോർ മൈക്രോസോഫ്റ്റ് മാക്രോ അസംബ്ലർ. NASM stands for Net Wide Assembler. MASM stands for Microsoft Macro Assembler. This one is FASM. FASM stands for Flat Assembler. Commonly it is used നമുക്കറിയാം അസംബ്ലി ലാംഗ്വേജിനെ മിഷനിലോട്ടാക്കാൻ തന്നെയാണ്. അപ്പോൾ 3 ടൈപ്പ് അസംബ്ലർ ഉണ്ടെന്ന് പഠിക്കുക, നാസം, മാസം, ഫാസം. നാസത്തിൻ്റെ അബ്രിവേഷൻ നെറ്റ് വൈഡ് അസംബ്ലർ എന്നാണ്. മാസം മൈക്രോസോഫ്റ്റ് മാക്രോ അസംബ്ലർ എന്നാണ്. തേർഡ് വൺ ഈസ് ഫാസം ഈസ് ഫ്ലാറ്റ് അസംബ്ലർ എന്നാണ്. ഇത്രയുള്ളൂ നമുക്ക് ലോ ലെവൽ ലാംഗ്വേജസ് പഠിക്കാനുള്ളത്. ഒരിക്കൽ കൂടെ പറയുകയാണ്, ലോ ലെവൽ ലാംഗ്വേജസ് മെയിൻലി 2. One is mission level, second one is assembly language. Okay, the only one language which understands mission is mission level language. The number system used in mission level language is binary number system, and this is a special code used in assembly language is mnemonics, and then converter can be used to convert assembly language into mission level language is assembler. Assembly is mainly 3 types. First one is NASM, it stands for Net Wide Assembler. Second one is MASM, Microsoft Macro Assembler. Third one is FASM, Flat Assembler. ഇനി നമുക്ക് ഹൈ ലെവൽ ലാംഗ്വേജസിലോട്ട് കയറാം. ഹൈ ലെവൽ ലാംഗ്വേജസിൽ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്ന ലാംഗ്വേജ് എന്ന് പറയുന്നത് ജാവയാണ്. ഓക്കെ, ജാവയുടെ ഫാദറിൻ്റെ പേര് ചോദിച്ചിട്ടുണ്ട്, റിപ്പീറ്റഡ് PQ ആണ്. ജാവയുടെ ഫാദറിൻ്റെ പേര് ജെയിംസ് ഗോസ്ലിംഗ് എന്നാണ്. ജാവയുടെ ഫാദറിൻ്റെ പേര് ജെയിംസ് ഗോസ്ലിംഗ് എന്നാണ്. ജാവ പഴയ കാലത്ത് അറിയപ്പെട്ടുകൊണ്ടിരുന്ന ഒരു പേരുണ്ട്, ഓൾഡ് നെയിം. അതിൻ്റെ ഓൾഡ് നെയിം ഓക്ക് എന്നാണ്. ഓൾഡ് നെയിം ഓഫ് ജാവ ഇസ് ഓക്ക്. അപ്പം ഫാദറിൻ്റെ പേര് ജെയിംസ് ഗോസ്ലിംഗ്, പഴയ പേര് ഓക്ക്. നമുക്ക് PQ ഡിഗ്രി ലെവലിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ഇതാണ്. ദ ഫസ്റ്റ് ലാംഗ്വേജ് യൂസ് ടു അസസ് ഇൻ്റർനെറ്റ്. ആദ്യമായി ഇൻ്റർനെറ്റ് അസസ് ചെയ്യാൻ യൂസ് ചെയ്ത ലാംഗ്വേജ് ഏതെന്ന് ചോദിച്ചാൽ ജാവ എന്ന് എഴുതുക. ഈ 3 പോയിന്റ്സ് ജാവ എന്ന് പഠിച്ചാൽ മതി. ജാവയുടെ ഫാദറിൻ്റെ പേര് ജെയിംസ് ഗോസ്ലിംഗ് എന്നാണ്. ഓൾഡ് നെയിം ഓക്ക് എന്നാണ്. ദ ഫസ്റ്റ് ലാംഗ്വേജ് യൂസ്ഡ് ടു അസസ് ഇൻ്റർനെറ്റ് എന്ന് ചോദിച്ചാൽ ജാവ എന്ന് എഴുതുക. ഫാദറിൻ്റെ പേര് ജെയിംസ് ഗോസ്ലിംഗ്, ദെൻ ഓൾഡ് നെയിം ഈസ് ഓക്ക്. ദ ഫസ്റ്റ് ലാംഗ്വേജ് യൂസ് ടു അസസ് ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് ജാവയാണ്. ഹൈ ലെവൽ ലാംഗ്വേജിൽ നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് കൊബോളിനെ കുറിച്ചാണ്. അടുത്ത ലാംഗ്വേജ് കൊബോളാണ്. നമുക്ക് കൊബോളിൽ കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് കൊബോളിൻ്റെ അബ്രിവേഷൻ അല്ലെങ്കിൽ പൂർണ്ണരൂപം തന്നെയാണ്. കൊബോൾ സ്റ്റാൻഡ്സ് ഫോർ കോമൺ ബിസിനസ് ഓറിയൻറ്റഡ് ലാംഗ്വേജ്. കൊബോൾ സ്റ്റാൻഡ്സ് ഫോർ കോമൺ ബിസിനസ് ഓറിയൻറ്റഡ് ലാംഗ്വേജ് എന്നാണ്. കൊബോളിൻ്റെ ഫാദറിൻ്റെ പേര് മനസ്സിലാക്കി വെക്കുക, പേരങ്ങനെ ചോദിച്ചിട്ടില്ല. ഗ്രേസ് മുറെ ഹോപ്പർ എന്നാണ് ഫാദറിൻ്റെ പേര്. അപ്പോൾ കൊബോൾ സ്റ്റാൻഡ്സ് ഫോർ കോമൺ ബിസിനസ് ഓറിയൻറ്റഡ് ലാംഗ്വേജ്. ഫാദർ ഓഫ് കൊബോൾ ഗ്രേസ് മുറെ ഹോപ്പർ. ഓക്കെ, നമ്മൾ എന്തിനാണ് കൊബോൾ യൂസ് ചെയ്യണമെന്ന് ചോദിച്ചാൽ ദ only one language, the first language used in business applications. ബിസിനസ് ആപ്ലിക്കേഷന് ആദ്യമായി യൂസ് ചെയ്ത ലാംഗ്വേജ് എന്ന ക്രെഡിറ്റുള്ള ലാംഗ്വേജാണ് കൊബോൾ. ഇപ്പോൾ കൊബോൾ സ്റ്റാൻഡ്സ് ഫോർ കോമൺ ബിസിനസ് ഓറിയൻറ്റഡ് ലാംഗ്വേജ്. And the father is Grace Murray Hopper, the language used in business applications. അപ്പോൾ നമ്മുടെ ഇൻ്റർനെറ്റ് ആദ്യമായി അസസ് ചെയ്യാൻ യൂസ് ചെയ്തത് ജാവയാണ്. ബിസിനസ് ആപ്ലിക്കേഷൻ നമ്മൾ ആദ്യമായിട്ട് യൂസ് ചെയ്തതാണ് കൊബോൾ. ഹൈ ലെവൽ ലാംഗ്വേജിൽ നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് പാസ്കൽ എന്ന് പറയുന്ന ലാംഗ്വേജ് ആണ്. പാസ്കൽ ഒരു പ്രൊസീജിയറൽ ലാംഗ്വേജ് ആണ്. പാസ്കലിൻ്റെ ഫാദറിൻ്റെ പേര് ചോദിച്ചിട്ടുണ്ട്. പാസ്കലിൻ്റെ ഫാദറിൻ്റെ പേര് നിക്ലസ് വിർത്ത് എന്നാണ്. ഫാദർ ഓഫ് പാസ്കൽ നിക്ലസ് വിർത്ത്. നമ്മൾ നേരത്തെ പഠിച്ചതാണ്, ആദ്യമായി ഇൻ്റർനെറ്റ് അസസ് ചെയ്യാൻ ജാവയാണ്. ആദ്യമായി ബിസിനസ് ആപ്ലിക്കേഷൻ യൂസ് ചെയ്തത് കൊബോൾ ആണ്. അങ്ങനെയാണെങ്കിൽ ആദ്യമായിട്ട് അരിത്തമെറ്റിക് കാൽക്കുലേഷൻസ്, ദ ഫസ്റ്റ് ലാംഗ്വേജ് യൂസ്ഡ് ഇൻ അരിത്തമെറ്റിക് കാൽക്കുലേഷൻസ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ആൻസറാണ് പാസ്കൽ. Pascal is an procedural language. Father is Nicholas Wirth. The first language used in arithmetic calculations. പറഞ്ഞ 3 ലാംഗ്വേജുകൾ ഒരിക്കൽ കൂടെ പറയുകയാണ്.
Father of Java, James Gosling, old name is Oak. The first language used to access internet is Java. COBOL stands for Common Business Oriented Language. Father, Grace Murray Hopper, the first language used in business applications. Third one is Pascal, is a procedural language. Father, Nicholas Wirth, the first language used in arithmetic calculations. ഹൈ ലെവൽ ലാംഗ്വേജിൽ നമ്മളിനി അടുത്ത് നോക്കാൻ പോകുന്നത് ഫോർട്രാൻ എന്ന് പറയുന്ന ലാംഗ്വേജ് ആണ്. ഫോർട്രാൻ്റെ അബ്രിവേഷൻ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ഫോർട്രാൻ സ്റ്റാൻഡ്സ് ഫോർ ഫോർമുല ട്രാൻസ്ലേഷൻ എന്നാണ്. ഫോർട്രാൻ സ്റ്റാൻഡ്സ് ഫോർ ഫോർമുല ട്രാൻസ്ലേഷൻ. ഫോർട്രാൻ്റെ പൂർണ്ണരൂപം ഫോർമുല ട്രാൻസ്ലേഷൻ എന്നാണ്. ഇവിടെ നമ്മൾ ഇതിൻ്റെ പിതാവിൻ്റെ പേര് കൂടി പഠിച്ചു വെക്കുക. ഫോർട്രാൻ്റെ ഫാദറിൻ്റെ പേര് ജോൺ ബാക്കീസ് എന്നാണ്. ഫോർട്രാൻ്റെ ഫാദറിൻ്റെ പേര് ജോൺ ബാക്കീസ്. Fortran stands for Formula Translation. Father of Fortran is John Bacchus. ഫോർട്രാൻ്റെ പൂർണ്ണരൂപം ഫോർമുല ട്രാൻസ്ലേഷൻ എന്നാണ്. ഫോർട്രാൻ്റെ ഫാദറിൻ്റെ പേര് ജോൺ ബാക്കീസ് എന്നാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്, അത് തന്നെയാണ് PQ. ഫസ്റ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് ചോദിച്ചാൽ ഫോർട്രാൻ എന്നെഴുതണം. ഫസ്റ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് ചോദിച്ചാൽ ഫോർട്രാൻ ആണ് ആൻസർ. ഫോർട്രാൻ സ്റ്റാൻഡ്സ് ഫോർ ഫോർമുല ട്രാൻസ്ലേഷൻ. ഫാദർ ജോൺ ബാക്കീസ്. അത് ഫസ്റ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ആൻസർ ഫോർട്രാൻ ആണ്. ഓക്കെ, ഈ 4 ലാംഗ്വേജും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പറഞ്ഞത് ജാവ എന്ന് പറയുന്നതാണ് ദ ഫസ്റ്റ് ലാംഗ്വേജ് യൂസ്ഡ് ടു അക്സസ് ഇൻ്റർനെറ്റ്. COBOL is the first language used in business applications. And then Pascal, the first language used in arithmetic calculations. And then the last one is Fortran. Fortran is the first programming language. ഇന്ന് നമുക്ക് ലാംഗ്വേജിൽ കുറച്ച് ലാംഗ്വേജുകളും അതിൻ്റെ ഫൗണ്ടേഴ്സിൻ്റെ പേര് മാത്രം ലിസ്റ്റ് ചെയ്തങ്ങ് പഠിച്ചു വെക്കുക. ആദ്യത്തെ ലാംഗ്വേജ് സി എന്നാണ് ലാംഗ്വേജിൻ്റെ പേര്. ഇയാളുടെ പേര് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. സി എന്ന് പറയുന്ന ലാംഗ്വേജിൻ്റെ ഡെവലപ്പർ അല്ലെങ്കിൽ ഫാദറിൻ്റെ പേര് ഡെനിസ് റിച്ചി എന്നാണ്. സിയുടെ ഫാദറിൻ്റെ പേര് ഡെനിസ് റിച്ചി എന്നാണ്. സിയുടെ ഫാദറിൻ്റെ പേര് ഡെനിസ് റിച്ചി എന്നാണ്. സെക്കൻഡ് വൺ ഈസ് C++ ആണ്. C++ എന്ന് പറയുന്ന ലാംഗ്വേജിൻ്റെ പിതാവിൻ്റെ പേര് ബ്രെയിൻ ഷോസ്ട്രാപ്പ് എന്നാണ്. ഓക്കെ, സിയുടെ ഫാദറിൻ്റെ പേര് ഡെനിസ് റിച്ചി. C++ ബ്രെയിൻ ഷോസ്ട്രാപ്പ് മാറിപ്പോരുത്. സിയുടെ ഫാദറിൻ്റെ പേര് ഡെനിസ് റിച്ചി. C++ൻ്റെ ഫൗണ്ടർ അല്ലെങ്കിൽ ഫാദറിൻ്റെ പേര് ബ്രെയിൻ ഷോസ്ട്രാപ്പ് എന്നാണ്. ബി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്നൊരു ലാംഗ്വേജ് ഉണ്ട്. ബി പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ ഫൗണ്ടർ അല്ലെങ്കിൽ ഫാദറിൻ്റെ പേര് കെൻ തോംസൺ എന്നാണ്. ഓക്കെ, സിയുടെ ഫാദറിൻ്റെ പേര് ഡെനിസ് റിച്ചി. C++ ബ്രെയിൻ ഷോസ്ട്രാപ്പ്. ബി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഇതെല്ലാം ഹൈ ലെവലുകൾ തന്നെയാണ്. സിയുടെ ഫാദറിൻ്റെ പേര് ഡെനിസ് റിച്ചി. C++ ബ്രെയിൻ ഷോസ്ട്രാപ്പ് എന്നാണ്. ബി പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ ഫാദറിൻ്റെ പേര് കെൻ തോംസൺ എന്നാണ്. വിഷ്വൽ ബേസിക്സ്, ASP.NET എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഒക്കെ ഉണ്ട്. ഈ വിഷ്വൽ ബേസിക് അതുപോലെ ASP.NET എന്നൊക്കെ പറയുന്ന ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തൊരു കമ്പനിയാണ്. ഫൗണ്ടേഴ്സ് ഈസ് മൈക്രോസോഫ്റ്റ് ആണ്. ഓക്കെ, സിയുടെ ഫാദറിൻ്റെ പേര് ഡെനിസ് റിച്ചി എന്നാണ്. C++ൻ്റെ ഫാദറിൻ്റെ പേര് ബ്രെയിൻ ഷോസ്ട്രാപ്പ് എന്നാണ്. ബി പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ ഫാദറിൻ്റെ പേര് കെൻ തോംസൺ എന്നാണ്. വിഷ്വൽ ബേസിക്സ് എന്ന് പറയുന്ന ലാംഗ്വേജും ASP.NET എന്ന് പറയുന്ന ലാംഗ്വേജും ഡെവലപ്പ് ചെയ്തത് മൈക്രോസോഫ്റ്റ് എന്നൊരു കമ്പനിയാണ്. ഓക്കെ, അടുത്തൊരു ലാംഗ്വേജ് ഉണ്ട് ബേസിക് എന്നാണ് ലാംഗ്വേജിൻ്റെ പേര്. ക്വസ്റ്റ്യൻ വന്നത് അബ്രിവേഷൻ തന്നെയാണ്. ഓക്കെ, ബേസിക്കിൻ്റെ അബ്രിവേഷൻ COBOL എന്ന് പറയുന്ന ലാംഗ്വേജിൻ്റെ അബ്രിവേഷനേക്കാളും ഇമ്പോർട്ടൻ്റ് ആണ്. നന്നായിട്ട് പഠിച്ചു വെക്കുക. ബേസിക് സ്റ്റാൻഡ്സ് ഫോർ ബിഗിനേഴ്സ് ഓൾ പർപ്പസസ് സിംബോളിക് ഇൻസ്ട്രക്ഷൻ കോഡ് എന്നാണ്. ബേസിക്സിന് 2 പേർ അല്ലെങ്കിൽ ഡെവലപ്പേഴ്സായിട്ട് 2 പേർ അറിയപ്പെടാറുണ്ട്. ജോൺ ജി കാമനി ആൻഡ് തോമസ് ഇ കട്ട്സ്. ഓക്കെ, ജോൺ ജി കാമനിയും തോമസ് ഇ കട്ട്സുമാണ് ബേസിക് എന്ന് പറയുന്ന ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തത്. ഇനി ഹൈ ലെവൽ ലാംഗ്വേജുകളുടെ കൂട്ടത്തിൽ നമ്മൾ 5ാം തലമുറ അല്ലെങ്കിൽ 5th ജനറേഷൻ, നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ ജനറേഷനുകൾ പഠിക്കുന്നുണ്ട്. ഇപ്പം 5ാം ജനറേഷനാണ്. 5th ജനറേഷനിൽ യൂസ് ചെയ്യുന്ന ടെക്നിക് അല്ലെങ്കിൽ ടെക്നോളജിയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. 5th ജനറേഷനിൽ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ യൂസ് ചെയ്യുന്ന ഹൈ ലെവൽ ലാംഗ്വേജുകൾ ഏതെന്ന് നോക്കാം. ഇപ്പോൾ 5th ജനറേഷനിൽ നമ്മൾ 3 ലാംഗ്വേജുകൾ യൂസ് ചെയ്യാറുണ്ടെന്ന് പറഞ്ഞു. പ്രൊലോഗ്, ലിസ്പ്, പൈത്തൺ. ഇതിൽ പ്രൊലോഗ് എന്ന് പറയുന്ന ലാംഗ്വേജിൻ്റെ ഫൗണ്ടർ
അലൈൻ കാൾ മെറർ എന്നാണ്. പ്രൊലോഗിൻ്റെ ഫാദറിൻ്റെ പേര് അലൈൻ കാൾ മെറർ എന്നാണ്. 2014 യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ച ഇത് തന്നെയാണ്. ലാംഗ്വേജ് യൂസ്ഡ് ഇൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ആൻസർ പ്രൊലോഗ്. പ്രൊലോഗിൻ്റെ ഫാദറിൻ്റെ പേര് അലൈൻ കാൾ മെറർ. 5th ജനറേഷനിൽ യൂസ് ചെയ്യുന്ന രണ്ടാമത്തെ ലാംഗ്വേജ് ആണ് ലിസ്പ്. ലിസ്പ് എന്ന് പറയുന്ന ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്ത വ്യക്തി നമുക്ക് ഇയാളുടെ പേര് ഇനിയും പഠിക്കാൻ വരും. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഫാദറാണ് ജോൺ മെക്കാർത്തെ. അയാൾ തന്നെയാണ് 5ാം തലമുറയിൽ ഉപയോഗിക്കുന്ന ലിസ്പ് എന്ന് പറയുന്ന ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തത്. ലിസ്പിൻ്റെ ഫാദറിൻ്റെ പേര് ജോൺ മെക്കാർത്തെ എന്നാണ്. അപ്പോൾ മാറിപ്പോരുത്. പ്രൊലോഗിൻ്റെ ഫൗണ്ടറിൻ്റെ പേര് അലൈൻ കാൾ മെറർ എന്നാണ്. ലിസ്പിൻ്റെ ഫാദറിൻ്റെ പേര് ജോൺ മെക്കാർത്തെ. 5th ജനറേഷൻ ലാംഗ്വേജുകളിൽ നമ്മൾ എഡ്യൂക്കേഷണൽ പർപ്പസസിന് യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ഏതെന്ന് എടുത്ത് ചോദിച്ചിട്ടുണ്ട് ഒരു പ്രാവശ്യം. 5th ജനറേഷനിൽ എഡ്യൂക്കേഷന് യൂസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ലാംഗ്വേജ് ആണ് ലിസ്പ്. നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ആണ് പ്രൊലോഗ്. പ്രൊലോഗിൻ്റെ ഫാദറിൻ്റെ പേര് അലൈൻ കാൾ മെറർ എന്നാണ്. നമ്മുടെ രണ്ടാമത്തെ 5ാം തലമുറയിൽ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് ആണ് ലിസ്പ്. ലിസ്പിൻ്റെ ഫാദറിൻ്റെ പേര് ജോൺ മെക്കാർത്തെ എന്നാണ്. ലിസ്പ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് എഡ്യൂക്കേഷണൽ പർപ്പസസിനാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ഏതെന്ന് ചോദിച്ചിട്ട് ആൻസറിൽ പ്രൊലോഗായിരുന്നു. അതുപോലെ തന്നെ ലിസ്പ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ യൂസ് ചെയ്യാറുണ്ടെങ്കിൽ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് എഡ്യൂക്കേഷണൽ പർപ്പസസിനാണ്. ഈ കാറ്റഗറി വരുന്ന മൂന്നാമത്തെ അവസാനത്തെ ലാംഗ്വേജ് ആണ് പൈത്തോൺ. പൈത്തോൺ എന്ന് പറയുന്ന ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്ത വ്യക്തിയുടെ പേര് ഗെയ്ദോ റോസം എന്നാണ്. പൈത്തൻ്റെ പിതാവിൻ്റെ പേര് ഗെയ്ദോ റോസം എന്നാണ്. ഡിസിഷൻ മേക്കിങ്ങിന് സാധാരണ യൂസ് ചെയ്യുന്ന 5th ജനറേഷൻ ലാംഗ്വേജ് ആണ് പൈത്തോൺ. ക്യാൻ ബി യൂസ് ടു മേക്ക് ഡിസിഷൻ ഓർ ഡിസിഷൻ മേക്കിങ്ങിന് യൂസ് ചെയ്യുന്നതാണ് പൈത്തോൺ. അപ്പോൾ നമ്മുടെ ഹൈ ലെവൽ ലാംഗ്വേജിൻ്റെ കൂട്ടത്തിൽ തന്നെ 5th ജനറേഷനിൽ യൂസ് ചെയ്യുന്ന ലാംഗ്വേജുകൾ പ്രൊലോഗ്, ലിസ്പ്, പൈത്തോൺ. പ്രൊലോഗിൻ്റെ ഫൗണ്ടർ അലൈൻ കാൾ മെറർ ഈസ് യൂസ്ഡ് ഇൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ലിസ്പിൻ്റെ ഫൗണ്ടർ ജോൺ മെക്കാർത്തെ യൂസ്ഡ് ഇൻ എഡ്യൂക്കേഷണൽ പർപ്പസസ്. അതിന് പൈത്തോണിൻ്റെ ഫാദറിൻ്റെ പേര് ഗെയ്ദോ റോസം. ക്യാൻ ബി യൂസ്ഡ് ടു മേക്ക് ഡിസിഷൻസ്. അപ്പോൾ പ്രധാനപ്പെട്ട ലാംഗ്വേജുകളെല്ലാം നമ്മൾ കവർ ചെയ്ത് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഹൈ ലെവൽ ലാംഗ്വേജുകളുണ്ട്. അവ ഏതൊക്കെയാണെന്നും ചില ലാംഗ്വേജുകളുടെ അബ്രിവേഷൻസ് നമുക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. അതും കൂടെ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. ഹൈ ലെവൽ ലാംഗ്വേജിൻ്റെ കൂട്ടത്തിൽ വരുന്ന അടുത്ത ലാംഗ്വേജ് ആണ് പേൾ എന്ന് പറയുന്ന ലാംഗ്വേജ്. അതിൻ്റെ അബ്രിവേഷൻ ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. പേൾ സ്റ്റാൻഡ്സ് ഫോർ പ്രാക്ടിക്കൽ എക്സ്ട്രാക്ഷൻ ആൻഡ് റിപ്പോർട്ടിംഗ് ലാംഗ്വേജ്. അപ്പോൾ ഒരു ഹൈ ലെവൽ ലാംഗ്വേജിൻ്റെ കൂട്ടത്തിൽ പേൾ ഇട്ടാൽ അത് ഹൈ ലെവൽ ആണെന്ന് മനസ്സിലാക്കി വെക്കുക. പേളിൻ്റെ അബ്രിവേഷൻ ചോദിക്കുകയാണെങ്കിൽ പ്രാക്ടിക്കൽ എക്സ്ട്രാക്ഷൻ ആൻഡ് റിപ്പോർട്ടിംഗ് ലാംഗ്വേജ് എന്ന് എഴുതുക. അടുത്തൊരു ഹൈ ലെവൽ ലാംഗ്വേജ് ആണ് കോറൽ. കോറലിൻ്റെ അബ്രിവേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. കോമൺ ഓൺലൈൻ റിയൽ ടൈം ആപ്ലിക്കേഷൻ ലാംഗ്വേജ്. അപ്പോൾ പേൾ സ്റ്റാൻഡ്സ് ഫോർ പ്രാക്ടിക്കൽ എക്സ്ട്രാക്ഷൻ ആൻഡ് റിപ്പോർട്ടിംഗ് ലാംഗ്വേജ് എന്നാണ്. കോറൽ സ്റ്റാൻഡ്സ് ഫോർ കോമൺ ഓൺലൈൻ റിയൽ ടൈം ആപ്ലിക്കേഷൻ ലാംഗ്വേജ്. പേളും കോറലും ഹൈ ലെവലാണ്. രണ്ടിൻ്റെ അബ്രിവേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, മനസ്സിലാക്കി വെക്കുക. പിന്നെ എ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്നൊരു ലാംഗ്വേജ് ഉണ്ട്. നമ്മൾ ബി പഠിച്ചു, സി പഠിച്ചു. അതുപോലെ എ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്നൊരു ലാംഗ്വേജ് കൂടിയുണ്ട്. എയും ഹൈ ലെവൽ ലാംഗ്വേജിൻ്റെ കൂട്ടത്തിൽ വരുന്നതാണ്. അപ്പോൾ പേൾ ഹൈ ലെവൽ തന്നെയാണ്. അതുപോലെ കോറൽ ഹൈ ലെവൽ തന്നെയാണ്. അതുപോലെ നമ്മുടെ എ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നതും ഹൈ ലെവൽ തന്നെയാണ്. അടുത്തത് SQL എന്നൊരു ലാംഗ്വേജ് ഉണ്ട്. അതിൻ്റെ അബ്രിവേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. SQL സ്റ്റാൻഡ്സ് ഫോർ സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ്. നമുക്ക് ഡേറ്റാബേസിനെ കുറിച്ച് പഠിക്കാനുണ്ട്. അപ്പോൾ ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ലാംഗ്വേജ് ഏതെന്നൊക്കെ അവർ ചോദിക്കും. ഓക്കെ, ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ലാംഗ്വേജ് എന്ന് പറയുന്നത് SQL ആണ്. SQLൻ്റെ അബ്രിവേഷൻ സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ്. അപ്പോൾ പേൾ, കോറൽ, SQL ഇതെല്ലാം ഹൈ ലെവലാണ്. അപ്പോൾ പേളിൻ്റെ അബ്രിവേഷൻ പ്രാക്ടിക്കൽ എക്സ്ട്രാക്ഷൻ ആൻഡ് റിപ്പോർട്ടിംഗ് ലാംഗ്വേജ് എന്നാണ്. കോറൽ സ്റ്റാൻഡ്സ് ഫോർ കോമൺ ഓൺലൈൻ റിയൽ ടൈം ആപ്ലിക്കേഷൻ ലാംഗ്വേജ് എന്നാണ്. എ എന്ന് പറയുന്നത് ഒരു ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അടുത്തത് SQL എന്ന് വെച്ചാൽ സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ് എന്നാണ്. ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് ആണ്
നമ്മുടെ ഈ SQL. അടുത്തത് HTML. 2018 നമ്മുടെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ചോദിച്ചത് HTMLന്റെ അബ്രിവേഷനാണ്. HTML സ്റ്റാൻഡ്സ് ഫോർ ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. HTML സ്റ്റാൻഡ്സ് ഫോർ ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് എന്നാണ്. HTML സ്റ്റാൻഡ്സ് ഫോർ ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് എന്നാണ്. ഇവിടെ നമുക്ക് 2 പോയിന്റ് കൂടെ അങ്ങ് ലിങ്ക് ചെയ്ത് പഠിച്ചു വെക്കുക. HTMLന്റെ ഫാദറിന്റെ പേരും ചോദിച്ചിട്ടുണ്ട്. HTMLന്റെ ഫാദറിന്റെ പേര് ടിം ബെർണേഴ്സ്-ലീ എന്നാണ്. HTML സ്റ്റാൻഡ്സ് ഫോർ ഹൈപ്പർടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. അതായത് HTMLന്റെ ഫാദറിന്റെ പേര് ടിം ബെർണേഴ്സ്-ലീ. എന്തിനാണ് ഇത് യൂസ് ചെയ്യണമെന്ന് ചോദിച്ചാൽ ദ ലാംഗ്വേജ് വിച്ച് ക്യാൻ ബി യൂസ് ടു ക്രിയേറ്റ് വെബ് പേജസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് ആണ് നമ്മൾ ഈ പറയുന്ന HTML. ഓക്കെ, അപ്പോൾ പേൾ, കോറൽ, SQL, HTML ഇതെല്ലാം ഹൈ ലെവലാണ്. ഹൈ ലെവലിൻ്റെ കൂട്ടത്തിൽ വരുന്ന അടുത്തൊരു ലാംഗ്വേജ് ആണ് കോമൽ ലാംഗ്വേജിൻ്റെ അബ്രിവേഷൻ ചോദിച്ചിട്ടുണ്ട്. കോമൺ അൽഗോരിതമിക് ലാംഗ്വേജ് എന്നാണ് പൂർണ്ണരൂപം. കോമൽ സ്റ്റാൻഡ്സ് ഫോർ കോമൺ അൽഗോരിതമിക് ലാംഗ്വേജ്. കോമൽ സ്റ്റാൻഡ്സ് ഫോർ കോമൺ അൽഗോരിതമിക് ലാംഗ്വേജ് ആണെങ്കിൽ ആൽഗോൾ എന്നൊരു ലാംഗ്വേജ് കൂടിയുണ്ട്. ആൽഗോളിൻ്റെ അബ്രിവേഷൻ അൽഗോരിതമിക് ലാംഗ്വേജ് എന്നാണ്. അപ്പം കോമൽ സ്റ്റാൻഡ്സ് ഫോർ കോമൺ അൽഗോരിതമിക് ലാംഗ്വേജ്, ആൽഗോൾ സ്റ്റാൻഡ്സ് ഫോർ അൽഗോരിതമിക് ലാംഗ്വേജ്. PHP എന്നൊരു ലാംഗ്വേജ് ഉണ്ട്. PHP ഹൈ ലെവൽ തന്നെയാണ്. PHPയുടെ അബ്രിവേഷൻ ഹൈപ്പർ ടെക്സ്റ്റ് പ്രീ പ്രോസസ്സർ എന്നാണ്. PHP എന്ന് പറയുന്നതും ഒരു ഹൈ ലെവൽ ലാംഗ്വേജ് ആണ്. ലാസ്റ്റ് ഒരു ലാംഗ്വേജ് കൂടെ ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. XML എന്നാണ് ലാംഗ്വേജിൻ്റെ പേര്. XMLും HTML പോലെ തന്നെയാണ്. വെബ് പേജ് ക്രിയേഷൻസിനൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. സോ XML സ്റ്റാൻഡ്സ് ഫോർ എക്സ്റ്റെൻസിബിൾ മാർക്കപ്പ് ലാംഗ്വേജ് എന്നാണ്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ പേൾ, കോറൽ, SQL, HTML, then is കോമൽ, കോറൽ, PHP, അതുപോലെ തന്നെ നമ്മുടെ ലാസ്റ്റ് പറഞ്ഞ XML എന്നൊക്കെ പറയുന്ന ലാംഗ്വേജുകൾ ഹൈ ലെവൽ ലാംഗ്വേജിൻ്റെ കൂട്ടത്തിൽ വരുന്നതാണെന്ന് ഓർത്തിരിക്കുക. ഒരു എക്സാമ്പിൾ ചോദിച്ചിട്ട് ഹൈ ലെവൽ ആണെന്ന് ചോദിച്ചാൽ ഇതിലേതെങ്കിലും ഓപ്ഷൻ ഉണ്ടെങ്കിൽ ചൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ 2 ടൈപ്പും കഴിഞ്ഞിട്ടുണ്ട്, ലോ ലെവൽ ആൻഡ് ഹൈ ലെവൽ. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞൊരു പോയിൻ്റാണ്, നമ്മുടെ മിഷൻ ലെവൽ ലാംഗ്വേജ് മാത്രമേ മനസ്സിലാക്കാനുള്ള കഴിവുള്ളൂ. നമ്മൾ വേറെ ഏത് ലാംഗ്വേജിൽ എഴുതിയാലും നമ്മൾ അതിനെ മിഷൻ ലെവൽ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്ത് കൊടുത്താൽ മാത്രമേ നമ്മുടെ പ്രോസസ്സിങ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന്. നമ്മൾ പറഞ്ഞ രണ്ടാമത്തെ അസംബ്ലി ലാംഗ്വേജിൽ എഴുതിയ കോഡുകളെയൊക്കെ നമ്മൾ മിഷനിലോട്ട് മാറ്റാൻ ഒരു കൺവെർട്ടർ യൂസ് ചെയ്തു. അതിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് കൊടുത്തു. അവിടെ നമ്മൾ യൂസ് ചെയ്ത കൺവെർട്ടർ അസംബ്ലറാണ്. അപ്പോൾ ഒരിക്കൽ കൂടെ പറയുവാണ്, അസംബ്ലർ ക്യാൻ ബി യൂസ് ടു കൺവേർട്ട് അസംബ്ലി ലാംഗ്വേജ് ഇൻ ടു മിഷൻ ലെവൽ ലാംഗ്വേജ്. അപ്പോൾ നമ്മളിപ്പം പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ ഹൈ ലെവൽ ലാംഗ്വേജുകളാണ്. ഈ ഹൈ ലെവൽ ലാംഗ്വേജുകളിൽ എഴുതുന്ന കോഡുകളൊന്നും നമ്മുടെ കമ്പ്യൂട്ടറിന് മനസ്സിലാവില്ല. ഹൈ ലെവൽ ലാംഗ്വേജിനെ നമുക്ക് കൺവേർട്ട് ചെയ്ത് മിഷനിലോട്ട് മാറ്റി കൊടുക്കണം. നമ്മൾ അസംബ്ലിയെ മിഷനിലോട്ട് മാറ്റാൻ അസംബ്ലർ യൂസ് ചെയ്തതുപോലെ ഹൈ ലെവൽ ലാംഗ്വേജുകളെ മിഷൻ ലെവലിലോട്ടാക്കാൻ നമ്മൾ 2 കൺവേർട്ടേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇറ്റ്സ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ. One is interpreter, second one is compiler. അപ്പോൾ എന്താണ് ഇതിൻ്റെ കോമൺ യൂസ് എന്ന് ചോദിച്ചാൽ interpreter and compiler can be used to convert high level languages to mission level language. ഹൈ ലെവൽ ലാംഗ്വേജുകളെ മിഷൻ ലെവൽ ലാംഗ്വേജിലോട്ട് മാറ്റാൻ ഉപയോഗിക്കുന്ന കൺവേർട്ടേഴ്സ് ആണ് ഇൻ്റർപ്രറ്ററും കമ്പൈലറും. നമുക്കിത് രണ്ടും ഹൈ ലെവലിനെ മിഷനിലോട്ട് മാറ്റുക എന്നതാണ് ഇതിൻ്റെ ഫങ്ഷൻ ആണെങ്കിലും ചെറിയൊരു വ്യത്യാസമുണ്ട്. അപ്പം ഡിഫറൻസ് ആണ് നമുക്ക് അറിയേണ്ടത്. അപ്പം നമുക്ക് ഫസ്റ്റ് ഇൻ്റർപ്രറ്ററിൻ്റെ യൂസ് നോക്കാം. ഓക്കെ, നമ്മൾ ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ കോഡുകൾ ചെയ്ത് വെച്ചിട്ട് നമ്മൾ അതിനെ മിഷനിലോട്ട് മാറ്റുവാണ്. അപ്പോൾ ഇൻ്റർപ്രറ്റർ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഇൻ്റർപ്രറ്റർ ടേക്ക് ഈച്ച് ഇൻസ്ട്രക്ഷൻ ആസ് ഇൻപുട്ട് ആൻഡ് കൺവേർട്ടഡ് ഇൻ ടു മിഷൻ ലെവൽ ലാംഗ്വേജ്. ഇൻ്റർപ്രറ്ററിൽ നടക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് ലൈൻ ഓഫ് കോഡുകൾ ഉണ്ടെങ്കിലും ഒറ്റ ഇൻസ്ട്രക്ഷനെ മാത്രം എടുത്തിട്ട് ഇൻപുട്ടായിട്ട് എടുത്തിട്ട് അതിനെ മിഷനിലോട്ട് മാറ്റി കൊടുക്കും. എന്നിട്ട് നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ എടുക്കും, മിഷനിലോട്ട് മാറ്റും, വീണ്ടും നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻസ് എടുക്കും, മിഷനിലോട്ട് മാറ്റും. ഒത്തിരി ടൈം എടുത്ത് ചെയ്യുന്നതാണ്. സോ അതുകൊണ്ട് തന്നെ ഇതിനെ ലൈൻ ബൈ ലൈൻ കൺവേർഷൻ എന്നുകൂടി പറയാറുണ്ട്. ഓക്കെ, അപ്പം ഇൻ്റർപ്രറ്റർ ടേക്ക് ഈച്ച് ഇൻസ്ട്രക്ഷൻ ആസ് ഇൻപുട്ട് ആൻഡ് കൺവേർട്ടഡ് ഇൻ ടു മിഷൻ ലെവൽ ലാംഗ്വേജ്. ഈ ഇൻ്റർപ്രറ്ററിന് വിളിക്കുന്ന പേരാണ് ലൈൻ ബൈ ലൈൻ കൺവേർഷൻ. അതായത് ഓരോരോ ലൈൻ ബൈ ലൈനായിട്ട് മാത്രമേ കൺവേർഷൻ നടക്കത്തുള്ളൂ. അപ്പോൾ ഇൻ്റർപ്രറ്റർ എന്താണെന്ന് നമുക്ക് മനസ്സിലായി. കൺവേർഷൻ തന്നെയാണ് ഹൈ ലെവലിനെ മിഷനിലോട്ട് ആക്കുക തന്നെയാണ് ഫംഗ്ഷൻ. പക്ഷേ ഓരോ ബൈ ലൈനായിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ് ഇൻ്റർപ്രറ്റർ. കമ്പൈലറിൽ ചെറിയൊരു വ്യത്യാസം പഠിച്ചു വെക്കുക. കമ്പൈലർ ടേക്ക് എൻ്റയർ പ്രോഗ്രാം ആസ് ഇൻപുട്ട് ആൻഡ് കൺവേർട്ടഡ് ഇൻ ടു മിഷൻ ലെവൽ ലാംഗ്വേജ്. നമ്മുടെ എൻ്റയർ പ്രോഗ്രാം നമ്മൾ റൈറ്റ് ചെയ്ത മൊത്തം പ്രോഗ്രാമിനെയും ഒരു സമയം അറ്റ് എ ടൈം തന്നെ മിഷനിലോട്ട് മാറ്റാൻ കഴിവുള്ള കൺവെർട്ടറാണ് കമ്പൈലർ. കമ്പൈലർ ടേക്ക് ഓൾ ഇൻസ്ട്രക്ഷൻ ആസ് ഇൻപുട്ട് ആൻഡ് കൺവേർട്ടഡ് ഇൻ ടു മിഷൻ ലെവൽ
ലെവൽ ലാംഗ്വേജ്. നമ്മൾ ഇൻ്റർപ്രറ്റിൽ എടുക്കുന്നത് ഇൻപുട്ടായിട്ട് ഓരോ ഇൻസ്ട്രക്ഷൻസ് ആണെങ്കിൽ എൻ്റെ പ്രോഗ്രാമിനെയും ഇൻപുട്ടായിട്ട് എടുത്തിട്ട് പെട്ടെന്ന് കൺവേർഷൻ പോസിബിൾ ആക്കുന്ന ടൈപ്പ് കൺവെർട്ടറാണ് കമ്പൈലർ. അപ്പം മാറിപ്പോരുത്. കമ്പൈലർ ആൻഡ് ഇൻ്റർപ്രറ്റർ ക്യാൻ ബി യൂസ് ടു കൺവേർട്ട് ഹൈ ലെവൽ ലാംഗ്വേജസ് ടു മിഷൻ ലെവൽ ലാംഗ്വേജ്. ഇൻ്റർപ്രറ്ററിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഇൻ്റർപ്രറ്റർ ടേക്ക് ഈച്ച് ഇൻസ്ട്രക്ഷൻ ആസ് ഇൻപുട്ട് ആൻഡ് കൺവേർട്ടഡ് ഇൻ ടു മിഷൻ ലെവൽ ലാംഗ്വേജ്. ഇറ്റ് ഈസ് നോൺ ആസ് ലൈൻ ബൈ ലൈൻ കൺവേർഷൻ. കമ്പൈലർ ടേക്ക് ഓൾ ഓർ എൻ്റയർ പ്രോഗ്രാം ഓർ എൻ്റയർ കോഡ്സ് ആസ് ഇൻപുട്ട് ആൻഡ് കൺവേർട്ടഡ് ഇൻ ടു മിഷൻ ലെവൽ ലാംഗ്വേജ്. ഇത്രയാണ് നമുക്ക് ലാംഗ്വേജിൻ്റെ കൂട്ടത്തിൽ പഠിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ്.